ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. 2022 പ്രിലിംസിനെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ ആ സെഷനിലെ 5ാമത്തെ എപ്പിസോഡാണിത്. 4 എപ്പിസോഡുകളിലായി വളരെ സ്പെസിഫിക് ആയിട്ട് എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും വളരെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ 4 സെഷനും കണ്ടവർ 5ാമത്തെ സെഷനും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മറ്റുള്ള ആസ്പിറൻസിന് കൂടി ഇത് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് 5ാമത്തെ എപ്പിസോഡിലെ ടോപ്പിക്കുകളിലേക്ക് പോകാം. കറണ്ട് അഫയേഴ്സ് സെക്ഷൻ്റെ 5ാമത്തെ എപ്പിസോഡിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇതുവരെ 4 എപ്പിസോഡുകൾ ധാരാളം ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു വരികയായിരുന്നു. ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളും അതുപോലെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. ദർ ഇസ് എ ചാൻസ് ഓഫ് ആസ്കിങ് ഇറ്റ് ഇൻ പ്രിലിംസ് 2022. ഓക്കെ, സോ അപ്പോൾ 2022 പ്രിലിംസിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള സ്പെസിഫിക് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 5ാമത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് കടക്കാം. സോ ഫസ്റ്റ്ലി അബൌട്ട് ദ ഫോറസ്റ്റ് ഫയേഴ്സ്. സോ ഫോറസ്റ്റ് ഫയേഴ്സ് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ന്യൂസുകൾ വരികയും അതുപോലെ ഫോറസ്റ്റ് ഫയേഴ്സിൻ്റെ എമൗണ്ടൊക്കെ ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദിസ് സമ്മർ ക്രിയേറ്റിംഗ് സോ മെനി പ്രോബ്ലംസ് ആൾസോ ഇൻ ദ ഫോറസ്റ്റ് ഏരിയാസ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ്ലി ഒരുപാട് തവണ ന്യൂസിൽ വന്നതാണ്. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഫയേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ഇൻ ഒഡീഷ. ഓക്കെ, ഫസ്റ്റ് ഈസ് ഇൻ ഒഡീഷയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഡീഷയിലാണ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കാം, സെക്കൻഡ് ഇറ്റ് വാസ് ഇൻ മധ്യപ്രദേശ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിലാണ്. ആൻഡ് ദ തേർഡ് വാസ് ഇൻ ഛത്തീസ്ഗഡ്. മൂന്നാമത് ഛത്തീസ്ഗഡാണ്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് 3 പൊസിഷൻസ് ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഫയർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒഡീഷ, സെക്കൻഡ് മധ്യപ്രദേശാണ്, തേർഡ് ഛത്തീസ്ഗഡാണ്. സോ ഇങ്ങനെ മെയിൻലി ദീസ് റീജിയൻസ് കണ്ടെയ്ൻസ് ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ്. അപ്പോൾ മഴ കുറവുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റുകളിലാണ് കൂടുതലായിട്ടും എന്ത് കാണപ്പെടുന്നത്? ഇന്ത്യയിൽ ഫോറസ്റ്റ് ഫയേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഫോറസ്റ്റ് ഫയേഴ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റുകളിലാണ്. ഫസ്റ്റ് ഒഡീഷയാണ്, സെക്കൻഡ് മധ്യപ്രദേശാണ്, തേർഡ് ഛത്തീസ്ഗഡാണ്. സോ ഫോർ ഓവർകമ്മിങ് ദിസ് ഇഷ്യൂ, ഈ ഇഷ്യൂ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് the government of India and the Forest Survey of India made an alert system known as the fire alert system. Okay, fire alert system or FAST വേർഷൻ 3.0. ഇത് ഏറ്റവും ന്യൂസിൽ ധാരാളമായിട്ട് വാർത്താ പ്രാധാന്യം വന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എ വേർഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോർ റെഡ്യൂസിങ് ഓർ ഫോർ മിറ്റിഗേറ്റിംഗ് ദ ഫോറസ്റ്റ് ഫയേഴ്സ്. അപ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സ് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. സോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. സോ ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഫയർ അലേർട്ട് സിസ്റ്റം ഓർ ഫാസ്റ്റ് വേർഷൻ 3.0 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയൊരു ടൈപ്പ് ഓഫ് തിങ് ആണ്, അല്ലെങ്കിൽ ഫയർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സംഗതിയാണ് എന്താ? ഫയർ അലേർട്ട് സിസ്റ്റം ഓർ ഫാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം, ഈ ഫയർ അലേർട്ട് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അഥവാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ബീറ്റ വെർഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ ബീറ്റ വെർഷൻ. അതൊരു ബീറ്റ വെർഷനാണ് ഓഫ് ലാർജ് ഫോറസ്റ്റ് മോണിറ്ററിംഗ് പ്രോഗ്രാം. ബീറ്റ വെർഷൻ ഇപ്പോൾ 2.0 ഉണ്ടായിരുന്നു. വേർഷൻ 2.0 ഒരു ലാർജ് ഫയർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ ഒരു ബീറ്റ വെർഷനായിട്ടാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫയർ അലേർട്ട് സിസ്റ്റം കൊണ്ടുവരുന്നത്. സോ ഇറ്റ്സ് എ ബീറ്റ വെർഷൻ ഓഫ് എ ലാർജ് ഫോറസ്റ്റ് ഫയർ മോണിറ്ററിംഗ് സിസ്റ്റം. ഓക്കെ, ലാർജ് ഫോറസ്റ്റ് ഫയർ മോണിറ്ററിംഗ് സിസ്റ്റം ഓൾറെഡി എക്സിസ്റ്റഡ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ ആ ലാർജ് ഫയർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫോറസ്റ്റ് ഫയർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബീറ്റ വെർഷൻ ആയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? 3.0 എന്നറിയപ്പെടുന്ന ഫയർ അലേർട്ട് സിസ്റ്റം വേർഷൻ 3.0 വന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസിങ് 2 മെയിൻ സാറ്റലൈറ്റ്സ്, ദാറ്റ് ഈസ് SNPP. സാറ്റലൈറ്റ് കാർഡ് SMPP
and other VIIRS. Okay, these are the satellites which give informations about forest fires in India, and based on that the fire alert system is working. അപ്പോൾ ഇതിന്റെ ബേസിസിലാണ് ഫയർ അലേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഏതാണ്? SMPP VIIRS satellites. These are not satellites of India, these are satellites of USA. Okay, United States of America satellites ആണ്. So നമുക്ക് ഫയർ അലേർട്ട് സിസ്റ്റംസ്, ഫയർ അലേർട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു പോർട്ടൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉണ്ട്. ആ പോർട്ടലിന്റെ പേര് ഓർത്തു വെക്കുക, വൺ അഗ്നി പോർട്ടൽ. ദ പോർട്ടൽ ഈസ് നോൺ ആസ് വൺ അഗ്നി പോർട്ടൽ. ആ പോർട്ടലിന്റെ പേര് എന്താണ്? വൺ അഗ്നി പോർട്ടൽ എന്നാണ്. ഓക്കെ, സോ ആ പോർട്ടലിന്റെ പേര് ഓക്കെ ഫയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട, ഫോറസ്റ്റ് ഫയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഗവൺമെന്റിന്റെ പോർട്ടലിന്റെ പേര് വൺ അഗ്നി പോർട്ടൽ എന്നാണ്. ഓക്കെ, വൺ അഗ്നി പോർട്ടൽ. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് വൺ, വേൾഡ് ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻ ഓഫ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയർ മിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു വേൾഡ് ബേസിസിലുള്ള ഒരു സംഗതിയാണ് സ്ട്രെങ്തനിങ് ഫോറസ്റ്റ് ഫയർ മാനേജ് ഇൻ ഇന്ത്യ. ഓക്കെ, സ്ട്രെങ്തനിങ് ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞൊരു സ്കീം കൂടി നമ്മൾ പഠിച്ചു നോക്കണം. സ്ട്രെങ്തനിങ് ഫോറസ്റ്റ് ഫയർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫോറസ്റ്റ് ഫയർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഒരു വേൾഡ് വൈഡ് ബേസിസിൽ നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സ്ട്രെങ്തനിങ് ഫോറസ്റ്റ് ഫയർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, വിച്ച് വാസ് ഇനിഷ്യേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേൾഡ് ബാങ്ക്. ആരുടെ സഹായത്തോടു കൂടിയാണ്? വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സ്ട്രെങ്തനിങ് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെങ്തനിങ് ഓഫ് ഫോറസ്റ്റ് ഫയർ മാനേജ്മെന്റ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 60% ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഇൻ ഇന്ത്യ ആർ അഫക്റ്റഡ് ബൈ ഫോറസ്റ്റ് ഫയർ. അപ്പോൾ ഇന്ത്യയിലെ ഏകദേശം 60% ജില്ലകളും എന്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട്? ഫോറസ്റ്റ് ഫയർ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ്. ഓക്കെ, 60% ഡിസ്ട്രിക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 60% ഡിസ്ട്രിക്ട്സും എന്ത് ഫേസ് ചെയ്യുന്നവരാണ്? ഫോറസ്റ്റ് ഫയർ ഫേസ് ചെയ്യുന്നവരാണ്. ഓക്കെ, മേജോറിറ്റി ദിസ് ഫോറസ്റ്റ് ഫയർ ഇസ് ഒക്കറിങ് ഫ്രം മാർച്ച് ടു ഏപ്രിൽ. ഓക്കെ, എവിടം മുതൽ എവിടം വരെയാണ്? മാസങ്ങൾ ഓർത്തു വെക്കണം. മാർച്ച് മുതൽ ഏപ്രിൽ, ദ സമ്മർ സീസൺ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ സമ്മർ സീസൺ അനുഭവപ്പെടുന്ന സമയത്താണ്. ഓക്കെ, സോ 60% ഡിസ്ട്രിക്ട്സ് ഫോറസ്റ്റ് ഫയർ. Okay, strengthening of forest management in India is a program. Okay, so moving on to the next topic, Great Green Wall project. So the Great Green Wall project is a very important, which is when it is related to India also. So globally, what is Great Green Wall project? Great Green Wall project was launched in 2007. 2007 ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. ഇറ്റ് വാസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ആഫ്രിക്ക. ഓക്കെ, ആഫ്രിക്കയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ടു കോംബാക്ട് ഇൻക്രീസിങ് ഡെസർട്ടിഫിക്കേഷൻ. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഡെസർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക? തടയുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ടു കോംബാക്ട് ഇൻക്രീസിങ് ഡെസർട്ടിഫിക്കേഷൻ. ഓക്കെ, ഡെസർട്ടിഫിക്കേഷൻ, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ഓഫ് ഡെസേർട്ട് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കൊണ്ടുവന്ന ആഫ്രിക്കയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട്. ബിക്കോസ് ഇറ്റ് വാസ് ലെഡ് ബൈ, ഓർ ദിസ് ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട് ഓഫ് ആഫ്രിക്ക വാസ് ലെഡ് ബൈ ആഫ്രിക്കൻ യൂണിയൻ. ഓക്കെ, ആഫ്രിക്കൻ കൺട്രികളുടെ യൂണിയൻ ആയിട്ടുള്ള ആഫ്രിക്കൻ യൂണിയന്റെ ലെഡിലാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പിലാണ് ഏത് പ്രോജക്റ്റ് നടക്കുന്നത്? ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്റ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് എയിംസ് ടു ട്രാൻസ്ഫർ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ, ക്രിയേറ്റിംഗ് മൊസൈക്ക് ഓഫ് ഗ്രീൻ ആൻഡ് പ്രൊഡക്റ്റീവ് ലാൻഡ്സ്കേപ്പ് അക്രോസ് നോർത്ത് ആഫ്രിക്ക. നോർത്ത് ആഫ്രിക്കയിൽ വളരെ ഗ്രീനറി ഓഫ് തിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അബൌട്ട് വാളിംഗ് ദ ഗ്രീൻ വാൾ, വാളിംഗ് ദ സഹാറ ഡെസേർട്ട് ഗ്രീൻ വാൾ കൊണ്ട് ഗ്രീൻ വാൾ ആക്കുക, അല്ലെങ്കിൽ അഫോറസ്റ്റേഷൻസ് വഴി അല്ലെങ്കിൽ സോഷ്യൽ ഫോറസ്ട്രി വഴി അവിടെ മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ദിസ് ഈസ് എ പ്രോജക്ട് ഓഫ് ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട്. ഓർത്ത് വെക്കണം, ഇറ്റ്സ് റിലേറ്റഡ് ടു ആഫ്രിക്ക. ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ? വാട്ട് ഈസ് ഗ്രേറ്റ് വാൾ പ്രോജക്ട് ഓഫ് ഇന്ത്യ? അപ്പോൾ ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട് ഓഫ് ഇന്ത്യ എന്താണ്? ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട് ഓഫ് ഇന്ത്യ, നമുക്ക് ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയണം. ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്ട് ഓഫ് ഇന്ത്യ ഇസ് എ 1600 kilometer long and 5 kilometer wide project. Okay, it consists of എത്ര ലെങ്ത് ഉണ്ട്? 1600 കിലോമീറ്റർ ലോങ്ങും 5 കിലോമീറ്റർ വൈഡുമാണ് ഇന്ത്യയുടെ ഗ്രേറ്റ് ഗ്രീൻ വാൾ പ്രോജക്റ്റിനുള്ളത്. ഓക്കെ, സോ അതെന്താണ്? ഇറ്റ് ഈസ് എൻ ഗ്രേറ്റ് ഇക്കോളജിക്കൽ കോറിഡോർ ആണ്. ഓക്കെ, ഫോർ മേക്കിംഗ് എൻ ഇക്കോളജിക്കൽ കോറിഡോർ. ഓക്കെ, ഇക്കോളജിക്കൽ കോറിഡോർ ആണ് എലോങ് ആരവല്ലി ഫ്രം ഗുജറാത്ത് ടു ഡൽഹി. അപ്പൊ ആരവല്ലി
പർവ്വതനിരകളിൽ ഒരു ഗ്രീൻ വാൾ ഉണ്ടാക്കുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം പ്രധാനമായിട്ടും. ഫ്രം ഗുജറാത്ത് ടു ഡൽഹി എക്കോളജിക്കൽ കോറിഡോർ ആരവല്ലീസിലാണ്. ആരവല്ലി വിച്ച് ഇസ് സ്ട്രെച്ചിങ് ഫ്രം ഡൽഹി ടു ദ പലൻപൂർ ഇൻ ഗുജറാത്ത് അല്ലേ. സോ ആരവല്ലീസിൽ ഓക്കെ ഒരു ഗ്രീൻ വാൾ പ്രോജക്റ്റ് കൊണ്ടുവരാം. ആൻഡ് ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ ശിവാലിക് റേഞ്ച് ആൾസോ. ഇത് എന്തുമായിട്ട് കണക്ഷൻ ഉണ്ട്? സോ ദർ ഇസ് എ സ്റ്റേറ്റ്മെന്റ് UPSC will ask that the great green wall of project in the Aravallis will connect to the Shivalik range. Yeah, that statement is correct അല്ലേ. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാം. Shivalik range which is the southernmost or the outermost parallel range of Himalayas and the concept similar to the great green wall of Sahara അല്ലേ. സഹാറ or ആഫ്രിക്കയിലെ ഗ്രീൻ വാളുമായിട്ട് ഇത് റിലേറ്റഡ് ആണ്. സോ അപ്പോൾ നമുക്ക് ഈ രണ്ട് ടോപ്പിക്കുകളും റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് അബൌട്ട് നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം. അപ്പം നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അഫോറസ്റ്റേഷൻ മീൻസ് മെയിൻലി പ്ലാന്റിങ് ട്രീസ് അല്ലേ, ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. So it is mainly implemented by National Forest Eco Development Board. ആരാണ് ഈ നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം നടപ്പാക്കുന്നതെന്ന് അറിയണം. നാഷണൽ ഫോറസ്റ്റ് ഇക്കോ ഡെവലപ്മെന്റ് ബോർഡ്. ഓക്കെ, നാഷണൽ ഫോറസ്റ്റ് ഇക്കോ ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഫോറസ്റ്റ് ഇക്കോ ഡെവലപ്മെന്റ് ബോർഡാണ് ഇത് നടപ്പാക്കുന്നത്. ഓക്കെ, സോ ദിസ് വാസ് ഇംപ്ലിമെന്റഡ് ബൈ നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം വാസ് ഇംപ്ലിമെന്റഡ് ബൈ നാഷണൽ ഫോറസ്റ്റ് ഇക്കോ ഡെവലപ്മെന്റ് ബോർഡാണ്. നാഷണൽ ഫോറസ്റ്റ് ഇക്കോ ഡെവലപ്മെന്റ് ബോർഡാണ്. ഓക്കെ, സോ ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ ഓഫ് ഡീഗ്രേഡഡ്, ഇതിന്റെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ. ഇപ്പോൾ ബാരനായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഡീഗ്രേഡഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡുകൾ എന്ത് ചെയ്യുക, റീസ്റ്റോറേഷൻ ചെയ്യാം. ഓക്കെ, ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ ഓഫ് ഡീഗ്രേഡഡ് ലാൻഡ്. ഇപ്പോൾ ഡീഗ്രേഡഡ് ലാൻഡുകൾ എന്ത് ചെയ്യുക, റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ബൈ യൂസിങ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ദിസ് statement is relevant. We can see this picture. So many common people in that area can be found. There is a common man is here with the government officials അല്ലേ. So people's participation also ensure ചെയ്യുക, അതൊരു ലക്ഷ്യമാണ്. ഇനി ഫോക്കസ് ഓൺ ഇംപ്രൂവ്മെന്റ് ഇൻ ലൈവ്ലിഹുഡ് ഓഫ് പേഴ്സൺസ് ഓർ കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ ഡിപ്പെൻഡഡ് ഓൺ ഫോറസ്റ്റ്. അതുപോലെ എന്താണ്, ഇംപ്രൂവ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഡിപ്പെൻഡിങ് ഓൺ ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റീസിൻ്റെ എന്ത് ചെയ്യുക, അവരുടെ ജീവിതം കൂടി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നത് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻസി ആയിട്ടുള്ള നാഷണൽ ഫോറസ്റ്റ് ഇക്കോ ഡെവലപ്മെൻറ്റ് ബോർഡാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ ഓഫ് ഡീഗ്രേഡഡ് ലാൻഡ് ഇൻറ്റു ഡെവലപ്ഡ് ഫോറസ്റ്റ് റിസോഴ്സസ്. എന്താക്കി മാറ്റുക? ഡെവലപ്ഡ് ഫോറസ്റ്റ് റിസോഴ്സസ് ആക്കി മാറ്റുക. ആൻഡ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണം. ഇംപ്രൂവ് ദ കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ ഡിപ്പെൻഡിങ് ഓൺ ഫോറസ്റ്റ് ഓർ ദേ ആർ ലിവിങ് ഇൻ ഫോറസ്റ്റ് ഫ്രിഞ്ച് ഏരിയാസ്. ഓക്കെ, ഫോറസ്റ്റ്, ഈ വാക്ക് ഓർത്തുക, ഫോറസ്റ്റ് ഫ്രിഞ്ച് ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് അബൌട്ട് ദ 1 trillion tree project. Okay, so 1 trillion tree project is also important because 1 trillion tree project is recently in news about the environmental value of that news. Okay, so what is 1 trillion tree project? It was implementing by the World Economic Forum. Okay, ആരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? വേൾഡ് ഇക്കണോമിക് ഫോറം ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വേൾഡ് എക്കണോമിക് ഫോറം ഈസ് ആൻ ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ലോബിയിങ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ കൊളോജിനി, കാന്റൺ ഓഫ് ജനീവ, സ്വിറ്റ്സർലൻഡ്. അത് എവിടെയാണ് കാണപ്പെടുന്ന രാജ്യത്തിന്റെ പേര് ഓർത്തു വെച്ചാൽ മതി, സ്വിറ്റ്സർലൻഡ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 24 December 1971. 1971 ജനുവരി മാസം 24 ഇത് ഫോം ചെയ്തത്. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് 25th of January? 25th of January, what is the importance of 25th of January? It is the National Authors Day. The Election Commission was formed in 25th of January. So it is one of the National Voters Day. You have to know about this also.
നോക്കാം. സോ അപ്പോൾ ഈ ഒരു വേൾഡ് എക്കണോമിക് ഫോറം, ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ആൻഡ് ലോബിയിങ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള വേൾഡ് എക്കണോമിക് ഫോറം നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത് 1 ട്രില്യൺ പ്രോജക്റ്റ്. ആൻഡ് വാട്ട് ആർ ദ കീ ആക്ഷൻസ് ഓഫ് ദിസ് 1 ട്രില്യൺ പ്രോജക്റ്റ്? എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ടു യുണൈറ്റ് ആൻഡ് പ്രൊമോട്ട് റീഫോറസ്റ്റേഷൻ എഫേർട്സ് വേൾഡ് വൈഡ്. ലോകാടിസ്ഥാനത്തിൽ എന്ത് നടപ്പാക്കുക? ടു യുണൈറ്റ് ആൻഡ് പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ റീഫോറസ്റ്റേഷൻ പ്രോഗ്രാം, ഫോറസ്റ്റുകൾ ബിൽഡപ്പ് ചെയ്യുക. ടു മൊബിലൈസ് ഫണ്ട്സ് ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട്, to mobilize funds and political support, to plant, restore and conserve trees and forests. It's a general statement. To plant, restore ചെയ്യുക, conserve or protect ചെയ്യുക എന്താണ്? trees and other forest. So these are the major key concepts of 1 trillion project. So what is 1 trillion project's extreme aim? The main aim was to make 2020 to 2030 a decade for creating ecosystem restoration. Ecosystem കൃത്യമായിട്ട് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് UN ഒരു ഡെക്കേഡ്, യുണൈറ്റഡ് നേഷൻസ് ഡെക്കേഡ് ഓഫ് റീസ്റ്റോറേഷൻ ഉണ്ട് 2020 മുതൽ 2030 വരെ. അതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് 1 ട്രില്യൺ ഇനിഷ്യേറ്റീവ് ഓഫ് ട്രീ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു 1 ട്രില്യൺ ട്രീ ഇനിഷ്യേറ്റീവിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ വേൾഡ് എക്കണോമിക് ഫോറത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, കുറച്ച് സ്റ്റാറ്റിക് പോർഷൻ. സോ ഇറ്റ്സ് ഹാവ് എൻ ആനുവൽ മീറ്റിംഗ് അറ്റ് ദാവോസ് ഇൻ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ദാവോസിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. അവരുടെ ആനുവൽ മീറ്റിംഗ് എപ്പോഴും വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ എല്ലാ വർഷവും എവിടെ വെച്ചായിരിക്കും? ദാവോസിലായിരിക്കും. മൗണ്ടൻ റിസോർട്ട് ഇൻ ഈസ്റ്റേൺ ആൽപ്സ് റീജിയൻ ഓഫ് സ്വിറ്റ്സർലൻഡ്. മീറ്റിംഗ് ബ്രിഡ്സ് ടുഗദർ 3,000 പേയിങ് മെമ്പേഴ്സ് ആൻഡ് സെലക്ടഡ് പാർട്ടിസിപ്പൻസ് among which investors, businessmen, leaders, political leaders, economists, celebrities, journalists have 5 days discussing global issues of 500 sections. So global issues, environmental issues are also be discussed. So next, another initiative, we can see picture Professor Wangari Maathai and Dr. Garrity, the Director General of the World Agro Forestry Center. So they are on a launching event of 1 billion tree campaign. 1 billion ട്രീ ക്യാമ്പയിൻ. അപ്പോൾ 1 ബില്യൺ ട്രീ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു UNEPയുടെ ക്യാമ്പയിൻ ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, 1 ബില്യൺ ട്രീ ക്യാമ്പയിൻ. അപ്പോൾ 1 ബില്യൺ ട്രീ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന ഇവൻ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. Okay, so this event was launched by Professor Wangari Maathai, the Nobel Peace Laureate, and Dr. Garrity, the Director General of the World Agroforestry Center. So here, a 1 billion tree campaign is a very good campaign introduced by World Economic Program for progressive development and restoration of the environment. So what are its characteristics? So it's a simple challenge conceived by Nobel Peace Laureate and Professor Wangari Maathai, sparked a worldwide movement against overnight. Million Tree Campaign was launched in 2006. So Million Tree Campaign 2006 നിലവിൽ വന്നത്. And during the 12th meeting of the Conference of the Parties of the United Nations Framework Convention on Climate, UNFCCCയുടെ മീറ്റിംഗിൽ വെച്ചിട്ട് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കുക, 1 ബില്യൺ ട്രീ ക്യാമ്പയിൻ റിസർച്ച്. അപ്പോൾ ഈ ഒരു 2 ക്യാമ്പയിൻസുമായി ക്ലബ് ചെയ്തിട്ട് ചോദ്യം എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 ട്രില്യൺ ക്യാമ്പയിൻ ആൻഡ് 1 ബില്യൺ ക്യാമ്പയിൻ. ഓക്കെ, അത് ഓരോ രണ്ട് ആൾക്കാരാണ് നടത്തുന്നത്, അത് ഓർത്ത് വെച്ചിരിക്കണം. വേൾഡ് എക്കണോമിക് പ്രോഗ്രാം, വേൾഡ് എക്കണോമിക് ഫോറമാണ് 1 ട്രില്യൺ നടത്തുന്നതെങ്കിൽ UNEP ആണ് 1 ബില്യൺ നടത്തുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി വിച്ച് ഈസ് റീസെൻ്റ്ലി ഇൻ ന്യൂസ്. ഓക്കെ, ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി. സോ അതുകൊണ്ട് റീസെൻ്റ്ലി ന്യൂസിൽ വന്നുകൊണ്ട് വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് ഈസ് ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി ആൻഡ് ഇറ്റ്സ് അഡീഷണൽ മാറ്റേഴ്സ്. സോ വാട്ട് ഈസ് ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി ഈസ് ഡൂയിങ്? ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, അത് എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ ഫോം ചെയ്ത 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 ഫോം ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആരാ? ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അണ്ടർ വാട്ട്? അണ്ടർ ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 ഫോം ചെയ്ത ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സോ ഇറ്റ് വാസ് അണ്ടർ ആരുടെ കീഴിലാണ്? ഇറ്റ് വാസ് അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇറ്റ്സ് ഈസ് ആൾസോ ആൻ അഡ്വൈസറി ബോഡി. നമുക്ക് എന്തെന്ന് വിളിക്കാം? അഡ്വൈസറി. ആ വാക്കിൽ തന്നെയാണ്, ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റിയാണ് അല്ലേ, അഡ്വൈസറി
ബോഡിയാണ്. ഓക്കെ, അഡ്വൈസറി ബോഡിയാണ്. ആൻഡ് കൺസിഡറിങ്, it's mainly considering questions on the diversion of forest land to non-forest areas. So it is mainly considering the issue of diversion, the term diversion of forest land into non-forest areas. Diversion of forest land into non-forest areas. Diversion of forest land into non-forest areas. Okay, so here we have to discuss about some other two important aspects related to environment and forest. Okay, the another important concept about the forest was another important about forest is green credit scheme. Okay, green credit scheme. What is green credit scheme? It was approved by, or it was made by Food and Agriculture Organization. Okay, so it is developing forest in barren lands, not FAC. It is related to Forest Advisory Committee. Green credit scheme is related to Forest Advisory Committee, and it's developing forest in barren land. So barren lands il develop ചെയ്യാം. Okay, who? By some industrialist or some businessman or tradesmen. Okay, private individuals. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് 3 വർഷം സമയം കൊടുക്കും. Okay, 3 years private individuals have time to develop a barren land into a forest, and after 3 years it will handle over to the government of India. Okay, അത് ഗവൺമെന്റിന് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അഡ്വൈസറി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്കീം. ഇപ്പോൾ ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റിയുമായി പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീം എന്താണ്? ഗ്രീൻ ക്രെഡിറ്റ് സ്കീം. ഓക്കെ, ഗ്രീൻ ക്രെഡിറ്റ് സ്കീം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോജക്റ്റ് ബൈ ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി, ആൻഡ് ഇറ്റ് ഈസ് എ പ്രോജക്റ്റ് വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഫോറസ്റ്റ് ഇൻ ബാരൻ ലാൻഡ് by private individuals. After that 3 years government will give funds to that, and after 3 years when it will become a forest, it has to be handed over to the government. There is another term called bond challenge. Okay, what is called bond challenge? We have to discuss that. Bond challenge is a challenge accepted by the government of India for making 2020 there should be an increase of 150 million hectare in forest. ഇപ്പോൾ 2020 150 മില്യൺ ഹെക്ടർ ഫോറസ്റ്റ് ആക്കും. 2030 350 മില്യൺ ഹെക്ടർ ഫോറസ്റ്റ് ആക്കും എന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ചലഞ്ചാണ് ബോണ്ട് ചലഞ്ച്. ദ ബോണ്ട് ചലഞ്ച് വാസ് ഫസ്റ്റ്ലി ഇനിഷ്യേറ്റഡ് ബൈ IUCN ആൻഡ് ഗവൺമെൻറ് ഓഫ് ജർമ്മനി. ഗവൺമെൻറ് ഓഫ് ജർമ്മനി ആൻഡ് IUCN ആണ് ഇതിൻ്റെ ആദ്യത്തെ പ്രൊപ്പഗാൻഡ മുന്നോട്ട് വെച്ചത്, ഈ ഒരു പ്രൊപ്പഗാൻഡ. ബട്ട് ഇറ്റ് വാസ് ആൾസോ അക്സെപ്റ്റഡ് ബൈ ഇന്ത്യ. ദാറ്റ് ഈസ് 2020 150 മില്യൺ ഹെക്ടേഴ്സ് ആക്കും, 2030 350 മില്യൺ ഹെക്ടേഴ്സ് ഫോറസ്റ്റ് ആക്കും. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ദാറ്റ് ടോപ്പിക്. മൂവിംഗ് ഓൺ ടു another topic which is very recently in news is about CAMPA. So what is CAMPA? It's very important because CAMPA is recently in news. CAMPA means Compensatory Afforestation Fund Management and Planting Authority. Okay, so here we can see CAMPA means Compensatory Afforestation Fund Act. Okay, Compensatory Afforestation Fund Act or CAMPA, Compensatory Afforestation Fund Management and Planting Authority or CAMPA. So what is CAMPA? CAMPA is introduced by the government for compensating the loss of forest areas and to maintain sustainability. It is mainly initiated by compensating the loss of forest. Compensating the loss of forest. ഇപ്പോൾ ഫോറസ്റ്റ് ലോസ് കുറയുന്നത് കോമ്പൻസേറ്റ് ചെയ്യുക ആൻഡ് മെയിൻറ്റെയിനിങ് സസ്റ്റൈനബിലിറ്റി. എല്ലാ കാലത്തും ഫോറസ്റ്റ് നിലനിർത്തുക അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണെന്ത്? CAMPA എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഇനാക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഹൂ ഈസ് ഇനാക്ടിങ് CAMPA ആക്ട്? ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, വാട്ട് ഈസ് CAMPA? എന്താണ്? ഇറ്റ് എസ്റ്റാബ്ലിഷസ് നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് അണ്ടർ ദ പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട് ഓഫ് ഇന്ത്യ. സോ ഈ ഒരു CAMPA ലോ പ്രകാരം, ഓക്കെ, വാട്ട് ഈസ് CAMPA ലോ ഈസ് ഡൂയിങ്, or what is Compensatory Authority Fund Management and Plant Authority law is doing? It is making a national compensatory അഫോറസ്റ്റേഷൻ ഫണ്ട്. അത് ഒരു നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് എന്ത് ചെയ്യുന്നു?
കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ഈസ് സെറ്റിംഗ് അപ്പ് ബൈ ക്യാമ്പ ആക്ട് പ്രകാരം അണ്ടർ ദ പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്കകത്ത് ഒരു നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് കൊണ്ടുവരിക. ആൻഡ് ആൾസോ ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ദർ ഷുഡ് ബി എ സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട്. സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ഉണ്ടാവും അണ്ടർ സ്റ്റേറ്റ് പബ്ലിക് അക്കൗണ്ട്സ്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സോ അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ഇഫ് എ കമ്പനി is diverting a forest land must provide alternative land to take up a compensatory afforestation. ഇപ്പോൾ ഒരു കമ്പനി എടുക്കുക, ആ കമ്പനി എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫോറസ്റ്റ് ലാൻഡ് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. സോ കമ്പനി എന്ത് ചെയ്യണം? കമ്പനി ഷുഡ് മേക്ക് നെതർ ലാൻഡ് ഫോറസ്റ്റ്. മറ്റൊരു ലാൻഡ് എന്താക്കി കൊടുക്കണം? കമ്പനി ഫോറസ്റ്റ് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഒരു ഫോറസ്റ്റ് ലാൻഡ് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് മേക്ക് ആൻ ഓൾട്ടർനേറ്റീവ് ലാൻഡ് ഓർ അനദർ ലാൻഡ് അണ്ടർ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവരണം. സോ ടു ടേക്ക് അപ്പ് ദ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ അവരെന്ത് ചെയ്യണം? ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു കൊടുക്കാം. സോ നാഷണൽ ഫണ്ട് വിൽ റിസീവ് 10% ആൻഡ് ദ റിമൈനിങ് 90% ഫോർ ദ സ്റ്റേറ്റ് ഫണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫണ്ടിലാണ് കൂടുതൽ ക്യാഷും വരിക. 90% സ്റ്റേറ്റ് ഫണ്ട് ആയിരിക്കും, കോമ്പൻസേറ്ററി സ്റ്റേറ്റ് ഫണ്ട് ആയിരിക്കും. സെൻട്രൽ ഫണ്ട് എത്രയേ ഉള്ളൂ? നാഷണൽ ഫണ്ട് എത്രയേ ഉള്ളൂ? 10% മാത്രമാണത്. സോ മോണിറ്ററിംഗ് ഓഫ് അഫോറസ്റ്റേഷൻ ഈസ് ഡൺ ബൈ Green Watch portal. So according to this, there is a portal called Green Watch portal. എന്താ ഈ ഗ്രീൻ വാച്ച് പോർട്ടലിൻ്റെ ലക്ഷ്യം? ഇറ്റ് ഈസ് മോണിറ്ററിങ് അഫോറസ്റ്റേഷൻ. അഫോറസ്റ്റേഷൻ മോണിറ്റർ ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിന് അറിയപ്പെടുന്ന പേര് വാച്ച് പോർട്ടൽ എന്നാണ്. വാച്ച് പോർട്ടൽ. ഓക്കെ. അപ്പോൾ ഈ ഫണ്ട് പ്രകാരം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് കണക്ക് ട്രേഡേഴ്സോ ബിസിനസ്മാനൊക്കെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഓൾട്ടർനേറ്റീവായിട്ട് ഫോറസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഫണ്ടാണ് എന്ത്? നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ആൻഡ് സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട്. സോ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഈ ക്യാമ്പ് ചെയ്യുക എന്ന് കൂടി നമുക്ക് നോക്കണം. ക്യാമ്പ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവർ ചെയ്യുക? മെയിൻ ആക്ടിവിറ്റീസ് വാസ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ആണ്. ക്യാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ധാരാളം ആക്ടിവിറ്റീസ് ആര് ചെയ്യുന്നുണ്ട്? ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നോക്കാനായിട്ട് പോകുന്നു. സോ യു ഹാവ് ടു നോ അബൌട്ട് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് മെയ്ഡ് അണ്ടർ ദ ക്യാമ്പ ലോ. ഇപ്പോൾ ക്യാമ്പ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ബിൽഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ വാസ് കോമ്പൻസേറ്ററി. ഫസ്റ്റ് ആക്ടിവിറ്റി വാസ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഓക്കെ, കൃത്യമായിട്ട് ഓൾട്ടർനേറ്റീവ് ലാൻഡുകളിൽ ഫോറസ്റ്റേഷൻ നടത്താം. രണ്ടെന്ന് പറയുന്നത് ക്യാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻറ്റ്. ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ കൃത്യമായിട്ട് ആക്ടിവിറ്റീസ് വേറെ അനദർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുമ്പോൾ ചെക്ക് ചെയ്യുക. ക്യാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻറ്റ്, അതായത് റിവർ ഫ്ലോ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ക്യാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻറ്റ് വേണം. അടുത്ത് വൈൽഡ് ഫയർ മിറ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൈൽഡ് ഫയർ മോണിറ്ററിങ്. അടുത്തത് നാച്ചുറൽ റീജനറേഷൻ. ക്യാമ്പയുടെ അടുത്തൊരു ലക്ഷ്യം നാച്ചുറൽ റീജനറേഷനാണ്. നാച്ചുറൽ റീജനറേഷൻ. അടുത്തത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്. ഒരു സെക്ഷൻ എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്യുക. വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് ഇമ്പ്രൂവ് ചെയ്യുക. അടുത്ത മാനേജ്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉള്ള 5-6 പ്രധാനപ്പെട്ട എയിംസ് ആർക്കുണ്ട്? ക്യാമ്പ ആക്ടിനുണ്ട്. അപ്പോൾ ക്യാമ്പ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി നോക്കാം, പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് കൂടി നോക്കാം. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ, ക്യാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻറ്റ്, വൈൽഡ് ഫയർ, നാച്ചുറൽ റീജനറേഷൻ, വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്,
biological diversity. Okay, biological diversity manage ചെയ്യുക. Okay, these are all about that. Moving on to the next topic about global forest watch. So എന്താണ് global forest watch? It is very important. Okay, global forest watch is an open source web applications to monitor global forest in near real time. So it is an open source, every person can use. Open source web application ആണത്, വെബ് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ ഗ്ലോബൽ ഫോറസ്റ്റ് ഇൻ നിയർ റിയൽ ടൈം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെ ഫോറസ്റ്റുകളെ കുറിച്ച് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ടു മോണിറ്റർ ഗ്ലോബൽ ഫോറസ്റ്റ് ഇൻ നിയർ റിയൽ ടൈം. അപ്പോൾ എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, മോണിറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇനിഷ്യേറ്റീവ് ബൈ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാരാണ് ഇത് ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് വാസ് എൻ ഇനിഷ്യേറ്റീവ് മെയ്ഡ് ബൈ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട WRI, വേൾഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് ആണ് എന്ത്? ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് എന്ന ഓപ്പൺ സോഴ്സ് വെബ് ആപ്ലിക്കേഷൻ. ആൻഡ് ഇതിന് കൂടെ പാർട്ട്നേഴ്സ് ഉണ്ട്. വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെയുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഗൂഗിൾ ഈസ് എ പാർട്ട്ണർ. ഓക്കെ, ഗൂഗിൾ ഈസ് എ പാർട്ട്ണർ. യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് UMD, യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് ഈസ് എ പാർട്ട്ണർ. ഉസൈദ് ഈസ് എ പാർട്ട്ണർ, അനദർ institution of Uzaid is a partner. And also many non-profit public and private organizations are partner. So according to the Global Forest Watch, forest fires doubled. ഈ ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ചിൻ്റെ അഭിപ്രായ പ്രകാരം ഫോറസ്റ്റ് ഫയേഴ്സ്, ഓക്കെ, ഫോറസ്റ്റ് ഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡബിൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ആർ ആൾസോ യൂസിങ് എ സാറ്റലൈറ്റ് കാൾഡ് VIIRS. നമ്മൾ നേരത്തെ VIIRS സാറ്റലൈറ്റിനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിലെ ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് ഓഫ് USA. ആരുടെ സാറ്റലൈറ്റ് ആണ്? USAയുടെ സാറ്റലൈറ്റ് ആണ്. ഇവരും ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ചും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? VIIRS സാറ്റലൈറ്റിലെ ഇൻഫോർമേഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ ടു മോണിറ്റർ ഗ്ലോബൽ ഫോറസ്റ്റ് ഇൻ നിയർ റിയൽ ടൈം. It was the initiative by World Resource Institute, World Resource Institute, co-partnered by Google, University of Maryland, USAID, non-profit and public and private organizations. അത് ഫോറസ്റ്റ് ഫയർസ് ഡബിൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ചിൻ്റെ റിപ്പോർട്ട്. ആൻഡ് ദേ ആർ യൂസിങ് എ സാറ്റലൈറ്റ് VIIRS. It is a satellite of USA. Okay, moving on to the Global Forest Report 2021. It is very important. Okay, Global Forest Report, that are we discussed in the episode 4. Global Forest Goals Report. Here, Goals Report. Global Forest Goals Report. It was released by Department of Economic and Social Affairs of UN. United Nations in ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവരാണിത് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ UN ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. ഇപ്പോൾ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത് പബ്ലിഷ് ചെയ്യുന്നത്? ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ് റിപ്പോർട്ട് 2021 പബ്ലിഷ് ചെയ്യുന്നത്. സോ ദ UN ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. സോ നോക്കാം എന്താ അവർ ചെയ്യുക. ഫസ്റ്റ്, ഇവാലുവേഷൻ ഓഫ് വെയർ വേൾഡ് സ്റ്റാൻഡ്സ് ഈസ് ഇംപ്ലിമെൻറ്റഡ് UN സ്ട്രാറ്റജിക് പ്ലാൻ ഫോർ ഫോറസ്റ്റ് 2030. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ദ മെയിൻ ഗോൾ ഈസ് UN സ്ട്രാറ്റജിക് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. UN സ്ട്രാറ്റജിക് പ്ലാൻ ഓഫ് 2030 ആവുമ്പോൾ 2030 കൂടിയുള്ള UNൻ്റെ എൻവയോൺമെൻറ്റ് സ്ട്രാറ്റജിക് പ്ലാൻ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് എന്താ പ്ലാൻ? 2017 മുതൽ 2030 വരെയുള്ള പ്രധാനപ്പെട്ട UNൻ്റെ ലക്ഷ്യം എന്താണ്? പ്ലാൻ adopted a special session of the UN Forum on Forest held in 2071. UN 2017 സ്പെഷ്യൽ ഫോറത്തിൽ വെച്ചാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്. പ്ലാൻ കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് 6 ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ്. എത്ര ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ് ഉണ്ട്? 6 ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ് അപ്രൂവ് ചെയ്തു. ഓക്കെ, 6 ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ് ഇൻ 2017. ഓക്കെ, UN ഫോറത്തിൽ 2017 ഇത് അപ്രൂവ് ചെയ്യുന്നത്. And 26 associated targets are also included. 26 associated targets are also included. A target to increase forest area by 3%
ഫോറസ്റ്റ് ഏരിയ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണമെന്നാണ് 2030 3% ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, 2030 3% ഇൻക്രീസ് ചെയ്യണമെന്നാണ് ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ് റിപ്പോർട്ട് 2021 പറയുന്നത്. ഇത് 2017 എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. Okay, 6 global forest goals that will be discussed later and 26 associated targets ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ഫോറസ്റ്റ് ഗോൾസ് റിപ്പോർട്ട് ഓഫ് 2021 പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? UN ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ആണ്. ഇതിനകത്ത് ഇവരുടെ പ്രധാനപ്പെട്ട UN സ്ട്രാറ്റജിക് പ്ലാൻ ഓഫ് 2030 എന്താ പറയുന്നത്? 3% എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, 2030 ഓക്കെ, സോ the 6 global forest goals എന്തൊക്കെയാണെന്ന് നോക്കാം. So there are the 6 global forest goals as per the 2021 report or the 2017 UN ഫോറത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പ്രധാനപ്പെട്ട ലക്ഷ്യം. 1, reverse loss of forest cover through sustainable management including protection, restoration and afforestation. So ഒന്നാമത്തെ ഗോൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ചെയ്യുക, റീസ്റ്റോറേഷൻ ചെയ്യുക, അഫോറസ്റ്റേഷൻ ചെയ്യുക, റീഅഫോറസ്റ്റേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം 4 ടേമുകൾ പഠിക്കാം. 1, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, റീസ്റ്റോറേഷൻ ഓഫ് ഫോറസ്റ്റ്, അഫോറസ്റ്റേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് റീഫോറസ്റ്റേഷൻ ഓഫ് ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, റീഫോറസ്റ്റേഷൻ, അഫോറസ്റ്റേഷൻ, റീസ്റ്റോറേഷൻ. ഓക്കെ, ദ സെക്കൻഡ് ഗോൾ വാസ് ഫോറസ്റ്റ് ബേസ്ഡ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം. ഇപ്പൊ എന്താ രണ്ടാമത്തെ ലക്ഷ്യം എന്താ? ഇക്കണോമിക്കൽ, സോഷ്യൽ, എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുക. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക്കൽ, സോഷ്യൽ, എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുക. മൂന്നാമത്തെ ലക്ഷ്യം ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി ദ ഏരിയ ഓഫ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് വേൾഡ് വൈഡ്. ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഘട്ടമായിട്ട് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ്. ഓക്കെ, ദർ ഷുഡ് ബി എ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ്. അത് മൂന്നാമത്തെ ലക്ഷ്യത്തിൽ വരുന്നതാണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ്. സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഫോർത്ത്. Mobilize significantly increased and new and additional financial resources from all sources for sustainable forest management. ഇപ്പോൾ മൊബിലൈസ് ചെയ്യുക, അതുപോലെ ന്യൂ ഇക്കണോമിക്കൽ സോഴ്സസ് കണ്ടെത്തുക. ന്യൂ ഇക്കണോമിക്കൽ സോഴ്സസ് കണ്ടെത്തി സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് നിലനിർത്തുക. ഓക്കെ, അഞ്ചാമത്തെ ലക്ഷ്യം ഗവൺമെൻറ് ഫ്രെയിം വർക്ക് ടു ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിൾ പ്രോജക്റ്റ്. അഞ്ചാമത്തേത് ഈസ് റിലേറ്റഡ് ടു ദ ഗവൺമെൻറ് ഫ്രെയിം വർക്ക്സ് ഫോർ സസ്റ്റൈനബിൾ പ്രോജക്റ്റ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗവൺമെൻറ് ഫ്രെയിം വർക്ക്സ് ഫോർ സസ്റ്റൈനബിൾ ഫോറസ്റ്റ്. ആൻഡ് സിക്സ്ത് ആൻഡ് ലാസ്റ്റ് വാസ് എൻഹാൻസ് കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ ചെയ്യുക, കോഓർഡിനേഷൻ ചെയ്യുക, കൊഹറൻസ് ചെയ്യുക, സിനർജീസ് ചെയ്യുക റിലേറ്റഡ് ടു ദ ഫോറസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് അറ്റ് ആർ ലെവൽസ്. ഇപ്പോൾ ഫോറസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് എൻഹാൻസ് കോഓപ്പറേഷൻ, കോഓർഡിനേഷൻ, കൊഹറൻസ് ആൻഡ് സിനർജീസ് ഓൺ ഫോറസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻക്ലൂഡിംഗ് യുണൈറ്റഡ് നേഷൻ സിസ്റ്റം ആൻഡ് അക്രോസ് മെമ്പർ ഓർഗനൈസേഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു കോഓപ്പറേഷൻ ആൻഡ് കൊഹറൻസ് ആൻഡ് കോർഡിനേഷൻ നടത്തിക്കൊണ്ട് എൻവയോൺമെന്റ് ഫോറസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ ലക്ഷ്യം. സോ ദീസ് ആർ ദ 6 goals which are mentioned in the global forest report of 2021. So moving on to the next topic. Next topic is about One Vigyan Kendra. Okay, what is One Vigyan Kendra? So One Vigyan Kendra is a portal or a scientific center created by the government of India. So also it is also known as Forest Science Center. This One Vigyan Kendra അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫോറസ്റ്റ് സയൻസ് സെന്റർ എന്ന് കൂടി അറിയപ്പെടും. ഫോറസ്റ്റ് സയൻസ് സെന്റർ. It was established by Indian Council of Forest Research and Education. Okay, ഇത് ആരായി One Vigyan Kendra? It is recently in news. One Vigyan Kendra was established by Indian Council of Forestry Research. Indian Council of Forestry Research and Education. Indian Council of Forestry Research and Education under Ministry of Environmental, Forest and Climate Change ആണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, സോ എന്താണ് അവർ ചെയ്യുക? സോ ദേ ആർ മെയിൻലി ഡൂയിങ് അബൌട്ട് ഫീൽഡ് റിസർച്ചേഴ്സ് ഇൻ സിൽവികൾച്ചർ, ഓക്കെ, ട്രീ ഇംപ്രൂവ്മെൻറ്റ്, ഓക്കെ, ദേ ആർ ആൾസോ ഡൂയിങ് വാട്ടർ കൺസർവേഷൻ ടെക്നിക്സ് ആൻഡ് അഫോറസ്റ്റേഷൻ. ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ആർക്കുള്ളത്? One Vigyan Kendra എന്ന നാഷണൽ ഫോറസ്റ്റ് സയൻസ് സെന്ററിനുള്ളത്. 1, പ്രൊമോട്ടിംഗ് സിൽവികൾച്ചർ, ഓക്കെ,
tree improvement, water conservation, afforestation. ഈ 4 ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത്. And also this one Vigyan Kerendra implementing new technologies for farmers and forest based industries and forest research institutes. അപ്പോൾ പുതിയ ടെക്നോളജീസ് എവിടെ കൊണ്ടുവരിക, പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എവിടെയാണ്? ഫോർ ഫാമേഴ്സ്, they were residing in the forest fringe areas. Then forest based industries develop ചെയ്യുക, forest based industries. അതുപോലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ന്യൂ ടെക്നോളജീസ് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ആരുടെ ലക്ഷ്യമാണ്? വൻ വിജ്ഞാൻ കേന്ദ്രയുടെ ലക്ഷ്യമാണ്. സോ ഇറ്റ്സ് റീസെൻ്റ്ലി ഇൻ ന്യൂസ്, ദർ ഇസ് എ ചാൻസ് ഓഫ് ആസ്കിങ് അബൌട്ട് ദിസ്. So another institution which is recently in news about of this environmental section was Food and Agriculture Organization, FAO. So we have to know about that. Food and Agricultural Organization is an organization which is a specialized organization under UNO, United Nations Organization. It have an international efforts to defeat hunger. Hunger defeat ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Its headquarters is in Rome. Rome is the capital of Italy. Okay, we have to know about which are the publications made by FAO. Food and Agriculture Organization പ്രധാനപ്പെട്ട publications, we have to know about that. 5 major publications are published by Food and Agriculture Organization. They are State of World Fisheries and Aquaculture, State of World Fisheries and Agriculture, ഇപ്പോൾ ലോകത്തിലെ ഫിഷറീസിൻ്റെയും അതുപോലെ അക്വാകൾച്ചറിൻ്റെ, അഗ്രികൾച്ചറിലെ അക്വാകൾച്ചറിൻ്റെയും റിപ്പോർട്ട്. Then second report was State of World's Forest. This is an important report, കേട്ടോ. State of the World's Forest. State of the World's Forest. Another report is State of Food Security and Nutrition in the World. State of Food Security and Nutrition in the World. Okay, nutrition, ലോകത്തിലെ ന്യൂട്രീഷനെയും ഫുഡിനെ കുറിച്ചുള്ളത്. Another report was Food and Agriculture. സ്റ്റേറ്റ് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു റിപ്പോർട്ടുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു റിപ്പോർട്ടുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ എന്ന റിപ്പോർട്ടുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. Another report, last report was State of Agricultural Commodity Markets. State of Agricultural Commodity Markets. അടുത്ത റിപ്പോർട്ട് എന്താണ്? സ്റ്റേറ്റ് ഓഫ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി മാർക്കറ്റ്സ് എന്നൊരു റിപ്പോർട്ട് കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി മാർക്കറ്റ്സ്. Okay, so these 5 reports are important related to Food and Agriculture Organization because about the Tree City, UPSC asked in 2021, FAO, Food and Agriculture Organization. So otherwise, FAOs are recently news about some reports of State World Forest reports. So it is publishing 5 major reports: State of World to Fisheries and Aquaculture, State of World's Forest, State of Food Security and Nutrition in the World, State of Food and Agriculture Report, State of Agricultural Commodity Markets Report. These are the major reports published by FAO. So moving on to the next topic, that is Project Bolt. Okay, there is a topic called Project Bolt. This is very important related to prelims. So Project Bolt or Bamboo Oasis Land in Drought. Okay, there is creating a bamboo oasis land in drought prone regions. So this is an initiative by KVIC, Khadi Village and Industries Commission, Khadi Village Industries Commission, KVIC. Okay, this is creating a bamboo regeneration program for ecological restoration. Ecological restoration വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രൗട്ട് പ്രോൺ റീജിയൻസിൽ ഡ്രൗട്ട് റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്? പ്രോജക്റ്റ് ബോൾട്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബാംബു. ഓക്കെ, സോ എന്താണിത് നോക്കാം. സോ ഗ്ലോബൽ വാർമിംഗ് ഇസ് ദ ഇഷ്യൂ നൗ വി ആർ ഫേസിംഗ്. ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് അനദർ ഇഷ്യൂ, ഡെസർട്ടിഫിക്കേഷൻ അനദർ ഇഷ്യൂ, ഡിഫോറസ്റ്റേഷൻ അനദർ ഇഷ്യൂ, ബാലൻസിംഗ് ടു ഡെലിക്കേറ്റ് നാച്ചുറൽ വേൾഡ്. ഓക്കെ, ദീസ് ഇഷ്യൂസ് വി നോ അബൌട്ട് ദാറ്റ്. Global warming, we know about that. Depletion of natural resources, desertification, deforestation. Okay, so Khadi and Village Industries Commission along with the Border Security Force launched the first of its kind exercise in India, project named BOLD. Okay, Oasis on Land in Drought. ആ പ്രോഗ്രാമിന്റെ മറ്റൊരു പേര് എന്താണ്? Oasis on Land in Drought. Okay, Oasis on Land in Drought. So അത് ആരൊക്കെയാണ് നടത്തുന്നത്? KVIC പ്ലസ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. മെയിൻലി KVIC ആണ്. അതിൻ്റെ പാർട്ണർഷിപ്പാണ് ആരുമായിട്ടുണ്ട്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ടുണ്ട്. എന്താണ് പേര്? പ്രോജക്റ്റ് ബോർഡ്. എന്താണ് സാധനം നോക്കാം.
It is the first of kind in India. Indiaയിൽ ആദ്യമായിട്ടാണ്. It seeks to create bamboo-based green patches in arid and semi-arid land zones. അപ്പോൾ arid and semi-arid land zones അഥവാ drought prone areasൽ എന്തുകൊണ്ടുവരിക, ഒരു ബാംബു ബേസ്ഡ് ഗ്രീൻ പാച്ചസ് ഉണ്ടാക്കുക, ഗ്രീനറി സെറ്റപ്പ് ഓഫ് ബാംബു ടൈപ്പ്. സോ ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ആസ് പാർട്ട് ഓഫ് KVIC's Bamboo Festival to celebrate 75 years of independence of Azadi Ka Amrit Mahotsav. So we know about Azadi Ka Amrit Mahotsav. India is celebrating the 75th year of independence. Okay, so according to that, Bamboo Festival was initiated by KVIC. According to that Bamboo Festival, the Project Bold is implemented. Project Bold is implemented. What is this? Arid and semi-arid regions bamboo based green patches built up cheyuka. Okay, so under this project 5,000 samplings of special bamboo species, Bambusa tudla and Bambusa polymorpha from Assam have been planted over 16 acres of vacant arid Grama Panchayat lands in Nichla Mandava. But Nichla Mandava is a village, Panchayat land of village Nichla Mandava. 16 acre vacant arid land അസമിൽ നിന്നുള്ള ബാംബൂസ തുഡ്ല ആൻഡ് ബാംബൂസ പോളിമോർഫ എന്ന് പറയുന്ന ഏകദേശം 5000-ഓളം സ്പെഷ്യൽ ബാംബു സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തു. ഓക്കെ, അക്കോർഡിംഗ് ടു പ്രോജക്റ്റ് ബോൾഡ്. ഇപ്പോൾ ബോൾഡുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓക്കെ, സോ പ്രോജക്റ്റ് ബോൾഡുമായി ബന്ധപ്പെട്ട എന്താണ്, 5000-ഓളം സാമ്പിളിങ്സ്. ഏതൊക്കെയാ? ബാംബു സ്പീഷീസ് ആയിട്ടുള്ള ബാംബൂസ തുഡ്ല, ബാംബൂസ പോളിമോർഫ ഫ്രം ആസാം അല്ലേ. 16 acre ഓഫ് ലാൻഡ് എവിടെയാണ്? ഗ്രാമപഞ്ചായത്ത് ലാൻഡ് ഇൻ നിച്ചില മണ്ടാവ. ഓക്കെ, KVIC has created a world record of planting highest number of bamboo saplings on a single day at one location. So it's a world record created by Khadi Village Industries Commission. Okay, അപ്പോൾ Khadi Village Industries Commission എന്താ ചെയ്തത്? ഒരു വേൾഡ് റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. എന്താണ്? പ്ലാന്റിങ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ബാംബു സ്പീഷീസ്, ഹയസ്റ്റ് നമ്പർ ഓഫ് ബാംബു സാപ്ലിങ്സ്, ഹയസ്റ്റ് നമ്പർ ഓഫ് ബാംബു സാപ്ലിങ്സ് ഓൺ എ സിംഗിൾ ഡേ അറ്റ് വൺ ലൊക്കേഷൻ. ഓക്കെ, മൂവിങ് ഓൺ ടു റീസൺസ് ഫോർ സെലക്ടിങ് ബാംബു. എന്ത് വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ പോരെ? ബൈ ഇറ്റ് ഈസ് ഗ്രോയിങ് വെരി ഫാസ്റ്റ്. പെട്ടെന്ന് വളരും. ഇൻ അബൌട്ട് 3 years ഇൻ ടൈം ദേ കുഡ് ഹാവ് ബീൻ ഹാർവസ്റ്റഡ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് വളരും, അത് പെട്ടെന്ന് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, ബാംബുവിൻ്റെ. ആൾസോ ഫോർ കൺസർവിങ് വാട്ടർ ആൻഡ് റെഡ്യൂസിങ് ഇവാപ്പറേഷൻ ഫ്രം വാട്ടർ ഫ്രം ലാൻഡ് സർഫസ്. So bamboos conserving water conserving and reducing evaporation of water from the land surface. Land surface il ninnum water evaporate ചെയ്തു പോകുന്നത് കുറയ്ക്കാൻ സാധിക്കും. An important feature in arid and drought prone areas. അവർക്ക് അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, വാട്ടർ കൺസർവേഷൻ ആൻഡ് റെഡ്യൂസിങ് ദി ഇവാപ്പറേഷൻ ഓർ ലോസിങ് ഓഫ് വാട്ടർ അല്ലേ. സോ അതിന് ബാംബു സഹായിക്കുന്ന, ബാംബു പെട്ടെന്ന് വളരുകയും ചെയ്യും. അതാണ് ബാംബു സെലക്ട് ചെയ്യാൻ കാരണം. സിഗ്നിഫിക്കൻസ്, ഇറ്റ് വിൽ റെഡ്യൂസ് ഡെസർട്ടിഫിക്കേഷൻ ഇൻ ദ arid regions. But desertification is a big problem which is facing the world now. But desertification കുറയ്ക്കാൻ ഇത് സഹായിക്കും and provide livelihood and multidisciplinary rural industrial support, and it will also multidisciplinary rural industrial support. ബാംബു ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ it will be an economical significance for that area. Also act as a havens of sustainable development and food security അല്ലേ. they are getting income after its harvesting. So there is a development of food and sustainable development and food and security also. Okay, so overall there is so many economical significance for this project, and it was having an environmental importance, that is it reduces desertification. Okay, so that's all about today's current affairs session. We have discussed a lot of things about the environment and ecology section. UPSC will ask about 15 to 18 questions from the environment section. So much importance. You will get about 30 above marks from environment and ecology section only, mainly. So this session about current affairs on environment and ecology is very important. So today we have discussed so many topics. There would be a chance of asking some of the topics in the prelims 2022. That's all about today. We are winding up. Thank you.